എല്ലാവർക്കും നമസ്കാരം. സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷൻ എങ്ങനെ ചെയ്യാം എന്ന് ഇവിടെ വിവരിക്കുന്നു. ആദ്യം തന്നെ ബ്രൗസർ തുറന്ന് സെൻസസ് 2027 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കാണുന്ന ആദ്യത്തെ ലിങ്കിൽ സെൽഫ് എന്യൂമറേഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്നു പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ക്യാപ്ച ടൈപ്പ് ചെയ്യുന്നു. വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മെസ്സേജ് വരും. അത് വായിച്ച് നോക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കുടുംബനാഥൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമ്മുടെ ഫോണിലേക്ക് OTP വരുന്നു. ഓക്കെ എന്ന് കൊടുക്കുന്നു. ലാംഗ്വേജ് ഭാഷ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് OTP എൻ്റർ ചെയ്ത് വെരിഫൈ OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന മെസ്സേജ് പൂർണ്ണമായും വായിച്ചതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ്, ജില്ല, പിൻകോഡ്, താഴെ നമ്മുടെ പ്രദേശത്തിൻ്റെ പേര് നൽകുക. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന മാപ്പിൽ നമ്മുടെ വീട് കണ്ടെത്തി ലൊക്കേഷൻ പോയിൻ്റ് അവിടെ കൊണ്ടുവെക്കുക. ഇപ്പോൾ അവിടെ ചിത്രത്തിൽ കാണുന്നത് ആ റെഡ് ലൊക്കേഷൻ മാപ്പിൽ കാണുന്നുണ്ട്. അത് റെഡിയായി കഴിഞ്ഞാൽ സ്ഥലം സ്ഥിരീകരിക്കുന്നു എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാം. ഇവിടുത്തെ മെസ്സേജ് വായിച്ച് നോക്കുക. എന്നതിന് അനുയോജ്യമായ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വേണം എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ മുതൽ ഓരോ ചോദ്യങ്ങൾ ആരംഭിക്കുന്നു. ചോദ്യങ്ങൾക്ക് അനുയോജ്യമായ ഉത്തരം സെലക്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നു. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളുമായി മുന്നോട്ട് പോവുക. ചോദ്യവും ഉത്തരവും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അടുത്ത പേജിലേക്ക് എന്ന ബട്ടൺ ഇടയ്ക്ക് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ധാരാളം ചോദ്യങ്ങൾ നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുന്നു. കൃത്യമായ ഉത്തരം നൽകി സേവ് ചെയ്യുക. ഇതുപോലെ കുറച്ച് ചോദ്യങ്ങൾ കൂടി നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതും കൃത്യമായ ഉത്തരം നൽകുക ചെയ്യാം. അതോടെ നമ്മൾ 5 ടാബിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഒന്നാമത് സ്ഥലസൂചനാ വിവരങ്ങൾ നൽകുന്ന ടാബ്, സെൻസസ് ഫീഡിൻ്റെ വിശദാംശങ്ങൾ, കുടുംബത്തിൻ്റെ വിവരങ്ങൾ, സൗകര്യങ്ങൾ, ആസ്തികൾ എന്നീ ഘട്ടങ്ങളിലൂടെ, എന്നീ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നുപോയി. ഏറ്റവും അവസാനം നമ്മൾ നൽകിയത് പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. പരിശോധിച്ച് ഉറപ്പാക്കിയതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇതോടെ നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ അവസാനിച്ചു. സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കുന്നതുമാണ്.